വിശുദ്ധ മത്തായിസുവിശേഷം 12-ാം അധ്യായം 46 മുതൽ 50 വരെ വാക്യങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്. ആരാണ് ദൈവരാജ്യത്തിൽ ഈശോയുടെ അമ്മയും സഹോദരങ്ങളെ മാറുന്നത്? ഈശോ ശിഷ്യന്മാരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഇതാ എൻ്റെ അമ്മയും സഹോദരനും. എന്നിട്ട് ഈശോ പറയുകയാണ്, സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ശിഷ്യന്മാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഈശോ വിശ്വസിക്കുകയും എല്ലാം ഉപേക്ഷിച്ചും എല്ലാവരും അധികമായിട്ട് ഈശോ സ്നേഹിക്കുകയും അനുസരിക്കുകയും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുകയും സ്വന്തം ജീവിതം ദൈവത്തിന് വേണ്ടി ത്യജിക്കുകയും ചെയ്തവരാണ്. അങ്ങനെയുള്ളവരായിരിക്കും സ്വർഗ്ഗരാജ്യത്തിൽ ഈശോയുടെ അമ്മയും സഹോദരൻ എന്ന് ഈശോ വചനങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം പരിശുദ്ധ അമ്മ ഈശോയുടെ അമ്മയല്ല എന്നല്ല. പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ജന്മം കൊടുക്കുവാനായിട്ട് ദൈവത്തെ തിരഞ്ഞെടുക്കുകയും പരിശുദ്ധ അമ്മ ദൈവത്തിന് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെക്കുകയും സ്വർലോക രാജ്ഞിയായി ദൈവത്തെ ഉയർത്തപ്പെട്ട് നമ്മുടെ അഭയവും ആശ്രയവും മധ്യസ്ഥവുമായ നമ്മുടെയും ഈശോയുടെയും ഈ ലോകം മുഴുവൻ്റെയും അമ്മയാണ്. അപ്പോൾ നമ്മുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നമ്മുടെ നന്മയ്ക്കായി നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഈ ബൈബിളിലുടനീളം ദൈവത്തിന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 6:5 വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12:17 നമ്മുടെ നന്മയ്ക്കായിട്ടുള്ള സുപ്രധാന ദൈവീക കൽപ്പനയെപ്പറ്റി വചനം പഠിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. അപ്പോൾ നമ്മെപ്പോലെ നമ്മുടെ അയൽക്കാരെയും സ്നേഹിക്കുക. ലേവ്യരുടെ പുസ്തകം 26:3 വചനം പഠിപ്പിക്കുകയാണ്, നമ്മുടെ കർത്താവിൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്താൽ നമുക്ക് ദൈവീക അനുഗ്രഹങ്ങൾ ലഭിക്കാൻ അത് ഇടയായി മാറുമെന്ന്. ഉൽപ്പത്തി പുസ്തകം 15:6 അബ്രഹാം കർത്താവ് വിശ്വസിക്കുന്നത് അവൻ്റെ നീതീകരണത്തിന് കാരണമായി മാറുന്നുവെന്ന് വചനം പഠിപ്പിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 6:25 വചനം പഠിപ്പിക്കുകയാണ്, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ അതായത് ഈശോ വിശ്വസിക്കുക. മിക്ക പുസ്തകം 6:8 വചനം പഠിപ്പിക്കുകയാണ്, നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിൻ്റെ ദൈവത്തിൻ്റെ സേനയിൽ വിനീതനെ ആചരിക്കുക, ഇതല്ലാതെ മറ്റെന്താണ് കർത്താവിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. വിശുദ്ധ മത്തായി സുവിശേഷം 6:14 വചനം പഠിപ്പിക്കുകയാണ്, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗ്ഗസ്ഥനായ നമ്മുടെ പിതാവ് നമ്മോടും ക്ഷമിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:16 17 വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവേൻ, നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവേൻ, നിങ്ങളുടെ അകത്തങ്ങൾ അവസാനിപ്പിക്കുവേൻ, നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവേൻ, നീതി അന്വേഷിക്കുവേൻ, മർദ്ദനം അവസാനിപ്പിക്കുവേൻ, അനാഥരോട് നീതി ചെയ്യുവേൻ, വിധവകൾക്ക് വേണ്ടി വാദിക്കുവേൻ. ദൈവത്തെ അനുസരിച്ചാൽ ദൈവവുമായി രമപ്പെടാനും ഐശ്വര്യം ആസ്വദിക്കാനും അത് ഇടയാക്കി മാറ്റുമെന്ന് ഇവിടെ വചനം പഠിപ്പിക്കുകയാണ്. 1 സാമുവേലിന്റെ പുസ്തകം 15:22 വചനം പഠിപ്പിക്കുകയാണ്, ദൈവത്തെ അനുസരിക്കുന്നത് ബലിയേക്കാൾ ശ്രേഷ്ഠം. നമ്മുടെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി ദൈവരാജ്യത്തിൽ ഈശോയുടെ അമ്മമാരും സഹോദരങ്ങളെ മാറാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സുവിശേഷ പഠനം ഇഷ്ടപ്പെടുകയും കുട്ടികൾക്കും മറ്റുള്ളവർക്കും വചനം പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യുമല്ലോ. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.